തിരുവാതിരയ്ക്കിടയിൽ അമ്പലത്തിൽ വിപ്ലവഗാനങ്ങൾ പാടി എന്ന വിഷയം ഓരോ ദിവസവും അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരികയാണ്. കഴിഞ്ഞ പാർട്ടി സമ്മേളനങ്ങളിൽ സഖാക്കന്മാർ ആവശ്യപ്പെട്ട ഒരു കാര്യം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിജെപിയെ പോലെ സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിലേക്ക് ചെല്ലണമെങ്കിൽ ക്ഷേത്ര സംബന്ധിയായ വിഷയങ്ങളിൽ കൂടുതൽ സഖാക്കന്മാർ താല്പര്യം കാണിക്കണം എന്നതായിരുന്നു. ഒരുപക്ഷെ ആ ഒരു പ്രഖ്യാപനത്തിന്റെ പിന്നാലെ എടുത്ത ഒരു തീരുമാനമായിരിക്കാം ഇതുപോലെ ക്ഷേത്രങ്ങളിൽ സഖാക്കന്മാരുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട വിപ്ലവ ഗാനങ്ങൾ പാടുക എന്നുള്ളത്. എന്തൊക്കെയായാലും വാട്സാപ്പിലൂടെ ഷെയർ ചെയ്ത് വന്ന ഒരു പോസ്റ്റാണ്. ആരാണ് എഴുതിയത് എന്നറിയില്ല. ഇത് എന്തായാലും ഒരുപാട് പേരുടെ മനസ്സിൽ ഇത്തരം ചിന്തകൾ ഉണ്ടാകാം. ഒരു പരിധിവരെ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ സത്യമുണ്ട്, സത്യാവസ്ഥയില്ലേ എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ കുറിപ്പ് വായിക്കാം എന്ന് വിചാരിച്ചത്. എന്തായാലും ആ കുറിപ്പ് വായിക്കാം. ഒന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ, ഇത് ആരാണ് എഴുതിയത് എന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ ഇത് കർമ്മയുടെയോ എൻ്റെയോ അഭിപ്രായമല്ല, സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു കുറിപ്പ് മാത്രമാണ് എന്നത് ബോധിപ്പിക്കട്ടെ. കടയ്ക്കലിൽ ഏതോ അമ്പലത്തിൽ ഉത്സവത്തിനിടയിൽ പുഷ്പനെ അറിയാമോ, പുഷ്പൻ കട്ടിലിലായത് എങ്ങനെയെന്നറിയാമോ എന്ന പാട്ട് പാടിയതിന് എന്താ ഇത്ര പ്രശ്നമുണ്ടാക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. പാടട്ടെന്നേ. ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം കുറയും എന്ന് പറഞ്ഞ് നടന്നവന്മാർ അവന്മാരുടെ തത്വശാസ്ത്രം കെട്ടിയിറക്കിയതും വിൽക്കാൻ നടന്നതും അമ്പലപ്പറമ്പിലാണ്. അല്ലാതെ ഇന്നേ വരെ ഒരു പള്ളിപ്പറമ്പിലും ഇജാതി റോക്കറ്റ് സയൻസിനെ തട്ടയിൽ കയറാൻ അനുവദിച്ചില്ല. KPSCയുടെ നാടകവും പിന്നെ കഥാപ്രസംഗവും അങ്ങനെ പല പരിപാടിയും അമ്പലപ്പറമ്പിൽ വെച്ചാണ് ചുട്ടെടുത്തത്. എന്നിട്ടെന്തായി? അടുത്ത പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പോലും കട്ട കാവി സന്യാസിയാണ് പരിഗണിക്കുന്നത്. അതാണ് ഇന്നത്തെ ഇന്ത്യ. ഇവന്മാർ എന്ത് കിടന്നു മോങ്ങിയിട്ടും കാര്യമില്ല. അതായത് പുഷ്പൻ തിന്ന വേദന എന്തിനു വേണ്ടിയായിരുന്നോ ആ പുഷ്പനെ ചുമന്ന അന്തം കമ്മികൾ ഇന്ന് പ്രാവർത്തികമാക്കുന്നത് എന്താണ് എന്നും 10 ആൾ അറിയണമെങ്കിൽ ഈ പാട്ടൊക്കെ നല്ലതാണെന്നേ. പകരം നിങ്ങൾ പുഷ്പൻ അടാറ ശശിയായ രക്തനക്ഷത്രമായ കഥ നിങ്ങളും പാടണം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. വിപ്ലവ ഗുണശേഖരന്മാർ ഭരിച്ചു മുടിക്കുന്ന ക്ഷേത്രങ്ങൾക്ക് കഴിയുന്ന പോലെ സംഭാവന ചെയ്യണം. അവിടെ ഇഫ്താർ വിരുന്നും വിപ്ലവഗാനവും റാപ്പും വേടനും മറുതയ്ക്കുമൊക്കെ അവസരം നൽകാൻ പ്രോത്സാഹിപ്പിക്കണം. പറ്റുമെങ്കിൽ പ്രസാദത്തിന് പകരം കട്ടൻ ചായയും പരിപ്പ് വടയും വേണമെന്ന് അങ്ങോട്ട് ആവശ്യപ്പെടുക. ഭക്തിഗാനങ്ങൾക്ക് പകരം പഴയ KPSC നാടകഗാനങ്ങൾ വരട്ടെ എന്ന് വിചാരിക്കണം. പാർട്ടി പരിപാടിക്ക് വേണ്ടി അമ്പല ഗ്രൗണ്ട് വിട്ടുകൊടുക്കാം. അവിടെ നിന്ന് പുക്കസായിലെ മാന്യന്മാർ സംസാരിക്കുന്നത് കേൾക്കണം. പാലസ്തീനും ചൈനയ്ക്കും വേണ്ടി പ്രത്യേകം പൂജകൾ വെക്കാൻ പറയണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഭൂരിഭാഗം ക്ഷേത്രങ്ങൾ നശിച്ചു പോകില്ലേ എന്ന്. നശിക്കണം. അന്തം ഭരിക്കുന്ന ക്ഷേത്രങ്ങൾ ധർമ്മത്തിനു വേണ്ടിയല്ല, പാർട്ടിക്ക് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കുക. അത് നശിക്കുന്നത് തന്നെയാണ് നല്ലത്. പകരം ഇതിനെയൊക്കെ എതിർക്കുന്നവർ ഭരിക്കുന്ന ക്ഷേത്രത്തിൽ വിധിപ്രകാരം പൂജയും ഉത്സവവും നടത്തി കാണിക്കണം. എണ്ണത്തിൽ കുറവാണെങ്കിലും പേടിക്കണ്ട. ലവന്മാരുടെ പിള്ളേര് നശിച്ച് നാറാണക്കല്ലാവുമ്പോൾ തിരിച്ചറിയും ദേവഹിതം എന്തായിരുന്നു എന്ന്. എന്തായാലും ഇവന്മാർ ഒരു പള്ളിയിലും മോസ്കിലും ഈ തലവഴിത്തരത്തിന് പോകില്ല. പിന്നെ അമ്പലമേ ഉള്ളൂ. അപ്പോൾ നശിക്കേണ്ടത് അന്തം ഹിന്ദുക്കളാണ്. അവന്മാർ നശിക്കണമെങ്കിൽ അടിച്ചു വഴി പോയില്ലെങ്കിൽ പോയ വഴി അടിച്ച് പ്രോത്സാഹിപ്പിക്കണം. കുറെ നാൾ കഴിയുമ്പോൾ അവന്മാർ തന്നെ പാർട്ടിയെ മുണ്ടുപൊക്കി കാണിക്കും. പാർട്ടി വളരണമെങ്കിൽ തത്വശാസ്ത്രത്തിനോട് നീതി പുലർത്തണം. അതിന് അമ്പലത്തിൽ പുഷ്പനെ പാടിയാൽ പുഷ്പൻ ശശിയായ കഥ നാട്ടിൽ പടരും. അതിനുള്ള അവസരം നിങ്ങൾ ഇതൊന്നും എതിർത്ത് ഇല്ലാതാക്കരുത്. കാന്തപുരം ഒന്ന് ആഞ്ഞു തുപ്പിയാൽ AKG സെന്ററും ഫുളിഷ് ബ്യൂറോയും അണ്ണാക്കും തുറന്ന തുപ്പൽ കോളാമ്പി പോലെ നിൽക്കുന്നതുകൊണ്ട് പാർട്ടി പ്ലീനം സന്നിധാനത്ത് നടത്തിയാലും ഇവന്മാർ രക്ഷപ്പെടില്ല. പിന്നെ ഇതൊക്കെ സംഘപരിവാറിനെ എതിർക്കാനാണെന്ന് വെച്ചിരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന പണിയാണെന്ന് അന്തം ഹിന്ദുക്കൾക്ക് മനസ്സിലാകണമെങ്കിൽ സൂര്യൻ ചത്ത് തെക്കോട്ടെടുത്താലും നടക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഗൗരി നിക്കർ കാണിച്ച് അമ്പലപ്പറമ്പിൽ പാടട്ടെ. ബലികുടീരങ്ങളെ ചുളുവിന് പാട്ടും കേൾക്കാം, ഇത്തിരി കഞ്ചാവും കിട്ടും, പിന്നെ ഗൗരിയുടെ തുടയും കാണാം. എനിക്കിതൊക്കെ നല്ല താല്പര്യമാണ്. ഇങ്ങനെയാണ് ആ കുറിപ്പിൽ പറയുന്നത്. ഇവന്മാർക്ക് ഈ കൗളശാസ്ത്രം ഒന്നും അറിയാത്തോണ്ടാണ്. അല്ലെങ്കിൽ ബലികുടീരം പാടിക്കഴിഞ്ഞ് അവസാനത്തെ മകാരത്തിന് ഗൗരിയുടെ ബലികുടീരം കട്ടച്ചുവപ്പായനെ. പണ്ടൊരു ഗൗരി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു വാക്ക് പറയുന്നുണ്ട്. ആ വാക്ക് ഞാനിവിടെ വായിക്കുന്നില്ല. അവസാനം ആലപ്പുഴയിലെ വീട്ടിലിരുന്ന് ഹരിനാമ കീർത്തനം കേൾക്കുമായിരുന്നു. അവസാനം പാർട്ടി അറിയാതെ തിലഹവനം നടത്തി കടലിൽ ഒഴുക്കി പിള്ളേർ. ഇത്രയൊക്കെ ഉള്ളൂ. ഇങ്ങനെ ഹിന്ദുവിനെ പരിഹസിക്കുന്ന, ഹിന്ദുവിൻ്റെ ആചാരങ്ങളെ പരിഹസിക്കുന്ന സഖാക്കന്മാരുടെ പൊള്ളത്തരം പൊളിച്ചെടുക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ്. പക്ഷെ പലയിടത്തും ചില ഭാഷയിലുള്ള പ്രയോഗം കാരണം നമുക്ക് അനുകൂലിക്കാനും പ്രതികൂലിക്കാതിരിക്കാനും പറ്റില്ല. എന്തായാലും ആരാണ് എഴുതിയെന്ന് അറിയാത്ത ഈ പോസ്റ്റിലെ കാര്യങ്ങൾ ഏറെക്കുറെ ശരിയാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് പ്രേക്ഷകർക്ക് മുന്നിൽ അത് അവതരിപ്പിക്കണമെന്ന് തോന്നിയത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.